അസ്സലാമലൈക്കും. അർവ ഓൺലൈൻ സ്റ്റിച്ചിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലൊരു പുതിയ ക്ലാസ് തുടങ്ങുകയാണ്. അത് സ്റ്റിച്ചിങ് ആണ്. അതായത് നമ്മളുടെ ലേഡീസ് മൊത്തത്തിൽ ലേഡീസിൻ്റെ ഡ്രസ്സുകൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക, ഇത് എങ്ങനെയാണെന്നുള്ളത് പഠിപ്പിച്ചു തരുന്ന ക്ലാസ്സാണ് നമ്മൾ തുടങ്ങാൻ പോകുന്നത്. അതിനുവേണ്ടി ആദ്യം നമ്മൾ ജബല എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളുടെ ഡ്രസ്സാണ്. ചെറിയ കുട്ടികൾക്ക് ഇട്ട് കൊടുക്കുന്ന ഡ്രസ്സാണ് ജബല. അപ്പോൾ ആ ജബല എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ള വീഡിയോ ആണ് നമ്മൾ ഫസ്റ്റത്തെ ക്ലാസ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പം അതിനു വേണ്ടി നമ്മൾ 22 ഇഞ്ച് ചുറ്റളവ്, അതായത് ഒരു കുട്ടീൻ്റെ മൊത്തത്തിലുള്ള ചുറ്റളവ് എത്രയാണോ അതാണ് ഇവിടെ എടുക്കേണ്ടത്, വീതി എടുക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടി 22 ഇഞ്ച് വീതിയിലുള്ളൊരു പീസ് വെട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ 12 ഇഞ്ച് ഇറക്കം ഉള്ള ഒരു പീസ് കൂടെ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനി എങ്ങനെ മടക്കുക നോക്കാം. 22 ഇഞ്ച് മൊത്തം ചുറ്റളവ്, 12 ഇഞ്ച് ഇറക്കം. ആ പീസ് ഞാൻ നടുകെ മടക്കുക. നടുകെ മടക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് വീണ്ടും അത് നിവർത്തിയിട്ട് നമ്മൾ ആ പ്രസ് ചെയ്ത് അവിടെ ഇങ്ങനെ ജസ്റ്റ് ഒരു ലൈന് കൊടുക്കുക. അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അതങ്ങനെ ലൈന് കൊടുക്കണമെന്നില്ല, പ്രസ് ചെയ്ത് അടയാളം അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെ സെൻറ്റർ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമ്മൾ ഈ ഭാഗത്തുനിന്ന് ഇങ്ങോട്ട് ഈ പ്രസ് ചെയ്ത ആ ഭാഗത്തേക്ക് ഇങ്ങോട്ട് മടക്കുക. അതേപോലെ ഈ സൈഡിൽ നിന്നും ഇങ്ങോട്ട് മടക്കുക. മടക്കുന്ന രീതി എല്ലാവരും മനസ്സിലാക്കുക. ഈ സൈഡിൽ നിന്ന് അങ്ങോട്ട് മടക്കി, അവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കി. ഇനി മടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് നല്ല ശ്രദ്ധിക്കുക. ഇവിടെ സെൻറ്ററിൽ പിടിച്ചിട്ട് ഇത് അടിഭാഗത്തേക്ക് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗത്ത് മടക്കുള്ള ഭാഗമാവും. ഇവിടെ ഒരു ഭാഗം ഓപ്പണും ഒരു ഭാഗം മടക്കുള്ള ഭാഗമാവും. ഇവിടെ രണ്ടും ഫോൾഡിലുള്ള ഭാഗം. ഇതിങ്ങനെ വെക്കുക. ഇനി നമുക്ക് കഴുത്ത് അടയാളപ്പെടുത്തണം. കഴുത്തിൻ്റെ അകലാണ് ആദ്യം അടയാളപ്പെടുത്താൻ പോകുന്നത്. കഴുത്തിൻ്റെ അകലം 1.5 ഇഞ്ച്. 1.5 ഇഞ്ച് കഴുത്തിൻ്റെ അകലം ഇവിടുന്ന് ഇങ്ങോട്ടാണ് അടയാളപ്പെടുത്തേണ്ടത്. പിന്നെ കഴുത്തിൻ്റെ ഇറക്കം 2 ഇഞ്ച് അടയാളപ്പെടുത്തി. 2 ഇഞ്ച്. എന്നിട്ട് ആ അടയാളപ്പെടുത്തിയത് നമ്മളിങ്ങനെ ഒരു ബോക്സാക്കി മാറ്റി. ഇനി നമുക്ക് വേണ്ടത് ഷോൾഡറാണ്. ഷോൾഡർ നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. ഇവിടെ അടയാളപ്പെടുത്തി ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി. 2.5. ഇവിടുന്ന് ഇങ്ങോട്ട് 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അതുപോലെ തന്നെ ഇനി വേണ്ടത് കൈക്കുഴിയാണ്, ആം ഹോള്. അത് ഇവിടുന്ന് ഇങ്ങോട്ട് 3 ഇഞ്ച് അടയാളപ്പെടുത്തി. 3 ഇഞ്ച്. എന്നിട്ട് അതിങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി ഇവിടുന്ന് നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇനി ഇതൊരു യു ഷേപ്പിലാക്കണം. അതേപോലെ തന്നെ അടിഭാഗത്ത് ചെറുതായിട്ടൊരു 3/4 ഇഞ്ച് അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ഒരു കർവ് കൊടുക്കും. നമ്മളത് കട്ട് ചെയ്തെടുക്കണം. ആദ്യം ഇങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെ വെച്ചിട്ട് കൈക്കുഴി കട്ട് ചെയ്തെടുക്കുക. പിന്നെ ലാസ്റ്റ് അടിഭാഗം ഇങ്ങനെ നമ്മളിത് നിവർത്തി നോക്കാം. അപ്പം ഇങ്ങനെ കിട്ടും. ഇങ്ങനെയാണ് ഇത് വരിക. നമ്മൾ ആദ്യം അടയാളപ്പെടുത്തിയ പോലെ തന്നെ ഇങ്ങനെയാണ് വരിക. ഇപ്പോൾ ഒരു ഡ്രസ്സിൻ്റെ ഷേപ്പായില്ലേ. ഇനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മൾ ജബല എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നോക്കുക. അതിന് വേണ്ടി ആദ്യം നമുക്ക് ഇവിടെ ഒരു വള്ളി കെട്ടി കൊടുക്കണം. അതിന് വേണ്ടി ഒരു 1.5 ഇഞ്ച് വീതിയിൽ 12 ഇഞ്ച് നീളത്തിൽ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പീസ് നമ്മൾ ആദ്യം ഒന്ന് മടക്കി തയ്ക്കണം. ആദ്യം ഇവിടെ ഒന്ന് മടക്കുക, ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഒരു മടക്കും കൂടെ അങ്ങനെ മടക്കുക. അങ്ങനെ ഈ വള്ളി റെഡിയാക്കി എടുക്കുക. മറ്റേതും അതേപോലെ തന്നെ തയ്ച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം ഇവിടെ ഇങ്ങനെ മടക്കി അടിച്ചു കൊടുക്കുക. ഇത് കൈക്കുഴിൻ്റെ ഭാഗമാണ് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കുക. ഇനി ഈ സൈഡിലും അതേപോലെ സ്റ്റിച്ച് ചെയ്യുക. ഇനി നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ഇത് രണ്ടും ജോയിൻ ചെയ്യണം. അതിന് നമ്മൾ ഈ സൈഡിലേക്ക് ഇങ്ങനെ മടക്കുക, ഇവിടെ ജോയിൻ ചെയ്ത് വെക്കുക. അതേപോലെ തന്നെ ഇവിടെയും ജോയിൻ ചെയ്യുക. ഇത് മറുഭാഗത്തേക്ക് മറിച്ചിട്ടാണ് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെ വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് മൊത്തത്തിൽ ഇങ്ങനെ മടക്കിയെടുത്ത് തയ്ച്ചു കൊടുക്കണം. വളരെ ഈസിയാണ് ജബല തയ്ക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. നമ്മളെ ക്ലാസ് എല്ലാവരും കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ക്ലാസ്സിൽ എല്ലാവരും ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. പിന്നെ നമ്മളെ ക്ലാസ്സിൽ എന്ത് സംശയം ഉണ്ടെങ്കിലും എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് നമ്പർ തരാം. എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് എന്ത് സംശയം ഉണ്ടെങ്കിലും വിളിച്ച് ചോദിച്ചാൽ ആ സംശയം ഞാൻ തീർത്തരും. നമ്മൾ എല്ലാ ക്ലാസ്സും നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കി ടൈലറിങ് പഠിക്കാം. അപ്പോൾ ഇങ്ങനെ
ഇനി നമ്മൾ വേണ്ടത് ഇവിടെ മടക്കി അടിക്കണം, ഇവിടെ മടക്കി അടിക്കണം. അതുപോലെ തന്നെ ഈ സൈഡും മടക്കി തയ്ക്കുക. ഈ സൈഡിൽ നമുക്ക് എന്ത് വേണമെങ്കിലും വെക്കാം, വള്ളി വെക്കാം, പിന്നെ ഹുക്ക് വെക്കാം, പിന്നെ പ്രസ് ബട്ടൺ വേണമെങ്കിൽ അങ്ങനെ വെക്കാം. അത് അവരവരെ ഇഷ്ടം. ഇവിടെ ഞാൻ വള്ളിയാണ് വെക്കുന്നത്. ഈ വള്ളി ഇവിടെ വെച്ച് പിടിപ്പിക്കുക. അതിന് വേണ്ടി ഇങ്ങനെ വെക്കുക. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലും ഈ വള്ളി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വന്നു. ഇതിൻ്റെ അടിഭാഗം നമുക്ക് മടക്കി തയ്ക്കണം. അതിനുവേണ്ടി നമ്മളടിയിൽ ഒരു മടക്കുക, പിന്നെ ഒരു മടക്കൂടെ അങ്ങനെ മടക്കി അപ്പോൾ ജബല സ്റ്റിച്ചിങ് കഴിഞ്ഞു. ഇനി ഇത് നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കുക. ഇതാണ് ജബല. ഇനി ഇതേപോലെ ഇവിടെ ഒരു കെട്ടും കൂടെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ജബല കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഇത് കാണുക, സപ്പോർട്ട് ചെയ്യുക. എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചാലും നിങ്ങൾക്ക് സംശയം തീർത്തരും. അപ്പോൾ നമ്പർ സ്ക്രീനിൽ കൊടുക്കാം.